തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവാദങ്ങൾ പലതു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്നത് എം.എൽ.എയുടെ വിവാദത്തിന് പിന്നാലെ തന്നെ പല കെട്ടിടങ്ങളും കുറഞ്ഞത് ഈ നഗരഹൃദയത്തിൽ 250 രൂപയ്ക്ക് വരെ കോർപ്പറേഷൻ റൂമുകൾ നൽകുമെന്നാണ്. അത് നാം കേൾക്കുമ്പോൾ ഞെട്ടണ്ട. ഇത്രയും വലിയ കവലപ്രസംഗം നടത്തുന്ന പ്രശാന്ത് എന്ന നന്മമാരെ ഇരിക്കുന്നത് വെറും 872 രൂപയുടെ കെട്ടിടത്തിലാണ്. ഇതുപോലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിൽ വരാതിരിക്കാൻ മറ്റു പാർട്ടികളെല്ലാം കൂട്ടായി ഇരിക്കുന്നതിൻ്റെയും കാരണം അവർ ഒരു പൽചക്രം മാതിരിയാണ്. ഒരിക്കൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യം ഗുജറാത്തിൽ എങ്ങനെയായിരുന്നു? ഗുജറാത്തിൽ 25 വർഷത്തോളം മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നത്. പിന്നീട് ഇതുവരെയും ഇതുവരെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോൾ ഗുജറാത്ത് നിന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉറക്കം പോകുന്ന കാര്യം ഇതാണ്. അതേപോലെ തിരുവനന്തപുരം വിട്ടിട്ട് ഇനി ബാക്കി 5 കോർപ്പറേഷൻ്റെ കാര്യം 2 മുന്നണികളും നോക്കിയാൽ മതി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി BJP ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അതിൻ്റെ പ്രതിഫലനം ആദ്യമേ തുടങ്ങി. രാജേഷ് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നതാണ് രസം. കാര്യം ഈ 40 വർഷത്തെ അവിഹിത ഭരണം, അങ്ങനെ തന്നെയാണ് പറയുന്നത്, അഴിമതിയൊന്നും പറയുന്നില്ല, അവിഹിത ഭരണമാണ് 40 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. തോന്നിയ വാർക്കൊക്കെ തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവരെ തൊഴിലാളികൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ പാർട്ട് ടൈം തൊഴിലാളികളെ മുഴുവൻ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനിലെ പാർട്ട് ടൈം തൊഴിലാളികളും മറ്റു തൊഴിലാളികളും മുഴുവനും CPM-ൻ്റെ അടിമക്കമ്മികളും മാത്രമാണ്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ CPM-ൻ്റെയും CPI-യുടെയും 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം അനധികൃതമായിട്ടുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. AKG സെൻ്റർ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും നികുതി സ്ക്വയർ ഫീറ്റ് അളന്നൊന്നും അല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് സെക്രട്ടേറിയറ്റ് പോലും നികുതി കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, കോർപ്പറേഷന് കിട്ടേണ്ട പൈസ സെക്രട്ടേറിയറ്റിൽ നിന്നായാലും AKG സെൻറ്ററിൽ നിന്നായാലും കിട്ടേണ്ട പൈസ കിട്ടിയാവും. അത് കൊടുക്കാതെ കോർപ്പറേഷൻ ഭരണം നടക്കത്തില്ല. അതിന് പകരമാണ് പല കെട്ടിടങ്ങളും കോർപ്പറേഷൻ ലിമിറ്റിലുള്ള ദേവസ്വം ബോർഡിൻ്റെയും നഗരസഭയുടെയും ഒക്കെ കെട്ടിടങ്ങൾ നിസ്സാര തുകയ്ക്ക് പാർട്ടിയുടെ ചില ഏമാന്മാർക്ക് കുത്തകപ്പാട്ടത്തിന് പതിച്ചു കൊടുത്തേക്കുക. അത് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഗ്രന്ഥശാലയുണ്ട് വഞ്ചിയൂരുള്ള. അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ. ഇത് നമ്മൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് രാജേഷിന് ഇതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ചിലപ്പോൾ ഇനി അടുത്തൊരു 5 വർഷം ടൈം കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടുപിടിക്കാൻ തന്നെ പറ്റത്തില്ല. കാര്യം സഹാക്കന്മാർ ഇതെല്ലാം ചെയ്തേക്കുന്നത് വളരെ ഗൂഢമായിട്ടും വളരെ ആലോചനാപരമായിട്ടും തന്ത്രപരമായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. കാരണം 45 കൊല്ലമായി. അതെ. അതുമല്ല, ഇപ്പോൾ ഇന്നലെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് വൈപ്കോയുടെ അഴിമതിയാണ് വന്നിരിക്കുന്നത്. അതായത് അവർ പ്രത്യേക അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള അവർക്ക് മാത്രമേ ഈ ടെൻഡറിൽ പങ്കെടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ടെൻഡർ കൊടുക്കുകയും അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ടെൻഡർ കൊടുക്കുകയും അതിനകത്ത് അഴിമതിയാണ്. അപ്പോൾ ഇതുപോലെ DTPC ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം സെൻറ്ററുകളിൽ അഴിമതിയുണ്ട്. ഇതെല്ലാം ഒരു പാർട്ടി കച്ചവടം എന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്. ഇനിയും അടുത്ത തവണയും കോർപ്പറേഷൻ ഭരണം എന്തായാലും കോൺഗ്രസ് എന്തായാലും 3-ാം സ്ഥാനത്ത് നിൽക്കും, BJP എന്നും 2-ാം സ്ഥാനത്ത് നിൽക്കും എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് CPM ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നത്. ഈ നിയമസഭ കോർപ്പറേഷൻ ഇലക്ഷനിൽ അവർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇനി അഥവാ BJPക്ക് 40-40 വരെയാണെങ്കിൽ പോലും BJPക്ക് കോൺഗ്രസിന് 20 കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തായാലും പിന്തുണയ്ക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അവർ. BJP ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്തുണയ്ക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അവർ. 40 കിട്ടിക്കഴിഞ്ഞാലും ഭരിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് അവർ പോയത്. പക്ഷേ ദൗർഭാഗ്യമാണെന്ന് വെച്ചില്ല, അറിയത്തില്ല. എന്തായാലും 50 എന്നുള്ളത് തേക്കുകയും പാറ്റൂർ രാധാകൃഷ്ണൻ ഒരു വോട്ട് കൂടെ കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്ക് 51 എന്തായാലും 5 വർഷം BJP ഈ കോർപ്പറേഷൻ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇനി നടക്കേണ്ടത് കേരളത്തിലെ ഈ കെട്ടിട നികുതികൾ പിരിച്ചെടുക്കാനുള്ള കെട്ടിട നികുതികൾ കുടിശ്ശികയുള്ള കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണ്. ഇതൊന്നും പിരിച്ചെടുക്കുന്നില്ല. SC ഫണ്ട് മുഴുവൻ വകമാറ്റി ചിലവഴിക്കുകയാണ്. സാക്ഷരതാ മിഷന് ഫണ്ട് കൊടുക്കുന്നത് കോർപ്പറേഷനാണ്. അതായത് സാക്ഷരതാ മിഷനിൽ കുട്ടികൾക്ക് സൗജന്യമെന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. പക്ഷേ ഇത് സൗജന്യമല്ല എന്നുള്ളതും ഇതിന് കോർപ്പറേഷൻ്റെ ഫണ്ട് അവർ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നേരത്തെ വഞ്ചിയൂർ ബാബു ആയിരുന്നു, ബാബുവിൻ്റെ ഭാര്യയായിരുന്നു സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ. അപ്പോൾ പാർട്ടി കോർപ്പറേഷനുകളിൽ നിന്നെല്ലാം പൈസ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നു. സാക്ഷരതാ മിഷൻ ഈ ഫണ്ട് കൊടുക്കുന്നത് കോർപ്പറേഷൻ ഫണ്ട് ഈ വ്യക്തികൾ അറിയാതെയാണ്, ഉപഭോക്താക്കൾ അറിയാതെയാണ് സാക്ഷരതാ മിഷൻ ഈ ഫണ്ട് പോകുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് സാക്ഷരതാ മിഷൻ്റെ ഫണ്ട് പോകേണ്ട ആവശ്യങ്ങളില്ല. പക്ഷേ ആ സാക്ഷരതാ മിഷൻ അത്യാവശ്യമാണ്. നമ്മൾ 95-ലോ 99-ലോ കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും സാക്ഷരതാ മിഷൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ബണ്ട് കെട്ടേണ്ടതായിട്ടുണ്ട്. പൈസ, കോർപ്പറേഷൻ്റെ പൈസ പലയിടത്തായിട്ട് പോകുന്നു. അവിടെ ഞാൻ ഈ പ്രശാന്ത് എന്ന് പറയുന്ന MLA-യുടെ ഓഫീസ് ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു മാസം 20,000 രൂപ ഇല്ലാതെ അത്രയും ഒരു സ്പേസിൽ ഇത്രയും ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ 20,000 രൂപയ്ക്ക് ഗവൺമെൻറ്റിന് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം, കോർപ്പറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം വെറും 700 രൂപയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. മന്ത്രി ശിവൻകുട്ടിയുടെ തന്നെ ഓഫീസ് പാപ്പനംകോടുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് അത് വച്ചേക്കുന്നത്. അതിന് അദ്ദേഹത്തിൽ നിന്ന് ആരും ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായാലും വാടക വാങ്ങിക്കാൻ പോകുന്നില്ല. വാടക കൊടുത്തിരിക്കാൻ ഒരു സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ തുച്ഛമായിട്ടുള്ള ഇതുപോലെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും ഒരു പൈസ കൊടുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ എല്ലാ മന്ത്രിമാരും എല്ലാ MLA-മാരും അതാത് സ്ഥലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്കൂട്ടി നോക്കിയാലേ അറിയാവൂ. ഇപ്പം പഴയ DGP ആയിരുന്നതുകൊണ്ട് ശ്രീലേഖ മാഡത്തിന് പെട്ടെന്ന് ഇത് കണ്ണിൽ ഉടക്കുകയും ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് സംഭവിച്ചതാണ്. ഞാൻ ആ ബിൽഡിങ്ങിൽ പോയിട്ടുണ്ട്. ഇത് പറഞ്ഞത് സത്യമാണ്. കോർപ്പറേഷൻ കൗൺസിലർ ഇരിക്കുന്നത് കക്കൂസിലാണ്, MLA ഇരിക്കുന്നത് വെളിയിൽ രാജകീയമായിട്ട് AC റൂമിനകത്താണ് MLA ഇരിക്കുന്നത്. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ കെട്ടിടമാണെങ്കിൽ അത് ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അവിടെ ഉണ്ടാവും. മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് കിട്ടേണ്ട നികുതി കൃത്യമായിട്ട് പിരിക്കാൻ, കാര്യം എല്ലാം പാർട്ടി കെട്ടിടങ്ങളും പാർട്ടി അനുഭാവികളുടെ കെട്ടിടമായതുകൊണ്ടും നികുതികൾ 40 വർഷമായിട്ട് പെൻഡിങ് കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കോർപ്പറേഷനിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാര്യം BJPക്ക് ഇത് മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു ടേം കൂടെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടണമെങ്കിൽ ജനോപകാരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അദ്ദേഹം അടുത്ത് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പല കോർപ്പറേഷനുകളും ഭരിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് പല പഞ്ചായത്തുകളും കോർപ്പറേഷനോട് കൂടി ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തുകളിലൊന്നും യാതൊരു വികസനവും, ഈ പഴയ പഞ്ചായത്ത് വാർഡുകളാണ്, ഈ വാർഡുകളിലൊന്നും ഒരു വികസനവും കാര്യമായിട്ട് നടന്നിട്ടില്ല വർഷങ്ങളായിട്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇപ്പോഴും അട്ടക്കുളങ്ങര തൊട്ട് പട്ടം വരെ അല്ലെങ്കിൽ കേശവാസുരം വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സ്ഥലങ്ങളിലോട്ട് വികസനം പോകുന്നില്ല, പുതിയ കെട്ടിടങ്ങൾ അവിടെ വരുന്നില്ല, പുതിയ പ്രൊജക്റ്റുകൾ വരുന്നില്ല, യാതൊന്നും പുതുതായിട്ട് വരാത്തൊരവസ്ഥയിലോട്ട് സ്തംഭനാവസ്ഥയിലാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം വരുമാനമില്ല. കിട്ടുന്നതിൽ കൂടുതൽ, വരുമാനത്തിൽ കൂടുതൽ ചിലവ്, ശമ്പളം കൊടുത്തിട്ട് അവർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു, വരുമാനം നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റി, കാര്യം അടുത്തവണ മണ്ഡല പുനർനിർണയം വരുമ്പോഴത്തേക്കും BJP അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇടപെടാൻ സാധിക്കും. മണ്ഡല പുനർനിർണയവും വളരെ CPM എപ്പോഴും ജയിക്കത്തക്ക രീതിയിലുള്ള ഒരു മണ്ഡല പുനർനിർണയമാണ് അവർ നടത്തിവെച്ചിരിക്കുന്നത്. അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വാർഡുകൾ പലയിടത്തും കൂട്ടിച്ചേർക്കുകയും അവർക്ക് വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെട്ടിമാറ്റി അടുത്ത വാർഡിൽ കൂടെ ചേർക്കുകയും അങ്ങനെ അവരെ ജയം ഏകദേശം ഉറപ്പാക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കണ്ടത്. അതുകൊണ്ട് കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ആദ്യം അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ കാര്യത്തിൽ രണ്ടാമത്, പിന്നെ നമുക്ക് വികസനത്തെ പറ്റിയിട്ടും പുതിയ കാര്യങ്ങളെ പറ്റിയിട്ടും ചിന്തിക്കാൻ പുതിയ മേയർക്ക് അവസരം കിട്ടത്തുള്ളൂ. എന്തായാലും BJPയും RSSും ചേർന്ന് ശ്രീ VV രാജേഷിനെയും കോർപ്പറേഷനെയും നേരായ വഴിക്ക് നടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി അവർക്കൊരിക്കലും പിന്നോട്ട് നോക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.